ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതം നാം ചിന്തിപ്പാൻ തക്കവണ്ണമിടയായി ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തെ ബഹുമാനിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ആയിരിക്കണം ദൈവമക്കൾ എന്നുള്ളതായ ചിന്തയായിരുന്നു കഴിഞ്ഞ പ്രഭാതത്തെങ്കിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാനിടയായത്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ലഭിച്ചവരായ ദൈവമക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. അവന്റെ സത്വർത്തമാനം കേട്ടതായ ദൈവമക്കൾ അവരുടെ ഹൃദയം എപ്പോഴും ദൈവവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം. കഠിനപ്പെട്ടു പോകാതെ, പാപം ചെയ്യാതെ, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന, ദൈവത്തിന്റെ തിരുമുഖം നോക്കി യാത്ര ചെയ്യുന്ന ഒരു ജീവിത അനുഭവം ഉള്ളവരായിരിക്കണം ദൈവമക്കൾ എന്നുള്ളതായ ചിന്തയാണ് കഴിഞ്ഞ പ്രഭാതം നാം ചിന്തിച്ചത്. തുടർമാനമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. ഇബ്രാഹിലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലവും വീണ്ടും നമ്മോട് സംസാരിക്കുന്നു. ദൈവമക്കൾ ആത്മീക പക്വത ഉള്ളവർ ആയിരിക്കണം. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ആത്മീക പക്വത പ്രാപിച്ച സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ ജീവിക്കുന്ന അനുഭവമുള്ളവരായിരിക്കണം ദൈവമക്കൾ എന്നുള്ളതായ ചിന്തയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇബ്രാഹിലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം ആത്മാവിനെ അനുസരിച്ചുള്ളതായ ഒരു ജീവിത അനുഭവം നയിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. ഇബ്രാഹിലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്നുണ്ട്, സാക്ഷികളിൽ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യേശുവിനെ നോക്കി വിശ്വാസ ജീവിതം സ്ഥിരതയോടെ ഓടുന്നവരായിരിക്കണം വിശ്വാസികൾ. ആത്മീക ഗോളത്തിൽ നമ്മെ നോക്കുന്ന ഒരുപാട് ദൃഷ്ടികളുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മെ വീക്ഷിക്കുന്ന, നമ്മെ നോക്കുന്ന അവരുടെ മുൻപാകെ നാം ക്രിസ്തുവിനെ അപമാനപ്പെടുത്താതെ, ക്രിസ്തുവിന് പരിഹാസികളായി തീരാതെ നാം സകലത്തിലും അവനെ നോക്കി അവന് മാതൃകയുള്ളവരായി, അവനെ അനുസരിക്കുന്നവരായി, അവന് ബഹുമാനം കൊടുക്കുന്നവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നവരാകണം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വചനമനുസരിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അർത്ഥമായിത്തീരുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഫലമുള്ള ഒരു നല്ല ഫലം പുറപ്പെടുവിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഫലം അവിടെ പറയും. 5-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫലം ഒന്നാണെങ്കിൽ രുചി 9 വിധമുള്ളതായ ഒരു ഫ്രൂട്ടാണ് അവിടെ പറയുന്നത്. എന്താ അവിടെ പറയുന്നത്? സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദീർഘക്ഷമയുടെയും ദയയുടെയും പരോപകാരത്തിന്റെയും വിശ്വസ്തയുടെയും സൗമ്യതയുടെയും ഇന്ദ്രിയജയത്തിന്റെയും നിറവുള്ള ഫ്രൂട്ട്. ആ ഒരു അനുഭവം, ആ ഒരു വ്യക്തിത്വ ജീവിതത്തിന് ഉടമയായിരിക്കണം ഒരു വിശ്വാസി. ഹല്ലേലൂയ. നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ പ്രാപിച്ചവൻ ആകുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ആ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ പ്രാപിക്കുന്നത് എവിടെ നിന്നാ? ലോകത്തിൽ നിന്നാണോ അതിൽ നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്? അല്ല, തിരുവചനത്തിൽ നിന്ന്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്താൽ നിറയുവാൻ തക്കവണ്ണം പ്രൈസ് ഗോഡ് കഴിയണം.
യോഹന്നാന്റെ സുവിശേഷം 1-9 വരുമ്പോൾ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന തിരുവചനത്താൽ, ഏതു മനുഷ്യനെയും നിത്യജീവൻ അവകാശിയാക്കി തീർക്കുന്ന തിരുവചനത്താൽ, പ്രൈസ് ഗോഡ്, ആദിയിലേ ഉണ്ടായിരുന്നതായ തിരുവചനം, ദൈവത്തോട് കൂടിയായിരുന്ന വചനം, ദൈവമായിരുന്ന വചനം, ഈ വചനത്തെ അറിയുകയും ഈ വചനത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യുക, അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ലക്ഷ്യം. ഈ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ ദിവസവും മനസ്സ് പുതുക്കുന്ന ഒരു അനുഭവം, ആ അനുഭവമുള്ളവരായിരിക്കണം വിശ്വാസികൾ. പ്രൈസ് ഗോഡ്. 11 വാക്യം മുതൽ നമ്മൾ വായിക്കും. ഇബ്രാഹിലേഖനം 5 11 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഒരു പദമുണ്ട്. നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട്, പ്രൈസ് ഗോഡ്, ഡൾ ഓഫ് ഹിയറിംഗ്, കേൾക്കാൻ മാന്യമുള്ളവരാകുക. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തെ കേൾക്കുവാൻ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് ഭയങ്കര വിഷമമാണ്. അല്ലെങ്കിൽ ദൈവവചനം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു കഷായം കുടിക്കുന്നത് പോലെ ഒരു വിരക്തിയാണ്. എന്നാൽ ഒരുവനെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരുവനെ നന്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളതായ ഈ വചനം അനേകർ നിരാകരിക്കുമ്പോൾ ആ വചനത്തെ അനുസരിക്കുവാൻ, ആ വചനത്തെ ഏറ്റെടുക്കുവാൻ, ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കൃപ പ്രാപിച്ചവരായ ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി അർപ്പിപ്പാൻ, ദൈവത്തിന് സ്തുതി കൊടുക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ. ഇതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരായിരുന്നു നാം എല്ലാവരും. കൃപ എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടന്നതായ ഒരു ജീവിത അനുഭവമുള്ളവരായിരുന്നു നാം എല്ലാവരും. എന്നാൽ കൃപയാൽ അവന് നമ്മോട് മനസ്സിലിവ് തോന്നി. ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ, ഈ ദൈവസ്നേഹത്തെ ആസ്വദിപ്പാൻ തക്കവണ്ണം അവന് നമ്മോട് മനസ്സിലിവ് തോന്നി, കൃപ തോന്നി. ആ കൃപയെ ഇന്ന് പകൽക്കാലം നാം മറന്നു കളയാതെ ആ ദൈവസ്നേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സദാ നമ്മുടെ ഹൃദയം ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ടിരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്നു, നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട്. ജെയിംസ് ചാപ്റ്റർ 1:19 അവിടെ എന്താ പറയുന്നത്? ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അവിടെ പറയുന്നു, ഏത് മനുഷ്യൻ കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ഈ ലോകത്ത് നടക്കുന്നതായ സംഭവങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ, കുടുംബജീവിതങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്താ? ഒരു വാക്ക് പറഞ്ഞാൽ മറുവാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്തോ വലിയ കുറവ് സംഭവിച്ചതുപോലെയാണ്. താനെന്തോ അവരുടെ മുമ്പിൽ കുഞ്ഞായി പോയതുപോലുള്ളതായ ചിന്ത. അതും പ്രകാരം ഒരു വാക്ക് പറയുമ്പോൾ മറുവാക്ക് പറയുന്നു. ആ വാക്കുകൾ വീണ്ടും മൂർച്ചയുള്ളതായി തീരുന്നു. അത് വീണ്ടും എന്തിലേക്ക്? വലിയ ഒരു ആപത്തിലേക്ക്, ഒരു അനർത്ഥത്തിലേക്ക് ആ വാക്കുകൾ പെരുപ്പിച്ചു പോയി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കൊലപാതകത്തിലേക്ക്, പ്രൈസ് ഗോഡ്, മറ്റു പല രീതികളിലേക്ക് ആ വാക്കുകൾ തെന്നിപ്പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ദൈവവചനം പറയുന്നു, ഏത് മനുഷ്യൻ കേൾപ്പാൻ വേഗതയിൽ പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ വഴക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം സൗമ്യതയോടെ നിങ്ങൾ കൈക്കൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, പാപം ചെയ്യുവാൻ തക്കവണ്ണം പ്രേരണ വരുമ്പോൾ,
പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനിടയായും അരുത്. പ്രൈസ് ഗോഡ്. നാം പരിശുദ്ധാത്മാവിനെ എപ്പോഴും കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. നാം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവരായിരിക്കട്ടെ. ആത്മീക ഗോളത്തിലേക്ക് നോക്കിയാൽ അനവധി അനർത്ഥങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. പണ്ടത്തെ പോലെ അതൈവ സ്നേഹത്തിന്റെ ആഴം നമ്മിലുണ്ടോ, അതൈവ സ്നേഹത്തിന്റെ നിറവ് നമ്മിലുണ്ടോ എന്നൊന്ന് പരിശോധിപ്പാൻ ഈ പകൽക്കാലം നമുക്കൊന്ന് വിനിയോഗിക്കാം. എഫെസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എഫെസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പറയുന്നു, എന്താ പറയുന്നു? ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ. പ്രൈസ് ഗോഡ്. നമ്മുടെ എല്ലാ നടപ്പിലും, നമ്മുടെ പ്രവൃത്തിയിലും, നമ്മുടെ വാക്കുകളിലും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അവിടെ പറയുക, സ്തോത്രം, നിങ്ങൾ പ്രിയ മക്കൾ എന്നപോലെ നിങ്ങൾ ദൈവത്തെ അനുകരിപ്പീൻ. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, എന്താ പറയുന്നത്? ദൈവത്തിന് സൗരഭ്യവാസനയായി. പ്രൈസ് ഗോഡ്. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം ഇവയൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാതെ വിശുദ്ധന്മാർക്ക് ഉചിതമാവണ്ണം നിങ്ങൾ വാക്കുകൾ കൊണ്ടോ ചീത്തത്തരം, പൊട്ടച്ചല്, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്തത് ഒന്നും ആർക്കുണ്ടാകരുത്, ദൈവമക്കൾക്കുണ്ടാകരുത്. ഇതെല്ലാം പാപമാണ്. കളിവാക്ക് പാപമാകുന്നു. പ്രൈസ് ഗോഡ്. നാം തമാശയ്ക്ക് പറയുന്നതായ ഒരു വാക്കായിരിക്കും മറ്റൊരുവന്റെ ആത്മീക ജീവിതത്തെ പുറകോട്ടേക്ക് വലിക്കുന്നത്. അവന് പറയുന്ന ഒരു വാക്ക് ഒരുപക്ഷെ അവന്റെ ജീവിതത്തിൽ വലിയ ഭാരമായി മാറി പിശാച് അതിനെ മുതലെടുത്ത് ആത്മീക ജീവിതത്തിൽ നിന്ന് ഒരുവനെ തകർത്ത് കളയുവാനിടയാക്കും. അതുകൊണ്ട് ദൈവമക്കൾ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. നാം കൂടി വരുമ്പോൾ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന വാക്കുകളല്ലാതെ യാതൊരു വിധത്തിലുള്ളതായ പൊട്ടച്ചുള്ള കളിവാക്കോ ചീത്തത്തരമോ ഒന്നും ദൈവമക്കളുടെ അധരത്തിൽ നിന്നും ഉണ്ടാകരുത്. അത് ഉണ്ടാകുന്നുവെങ്കിൽ നാം തിരിച്ചറിയുക, ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് നാം എവിടെയോ ഒന്ന് മാറിപ്പോയി. ഒരുപക്ഷെ നമ്മൾ തമാശയ്ക്കായിരിക്കും പറയുന്നത്, അതുപോലും പാപമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ ഒരിക്കലും ദുർനടപ്പിൽ ജീവിപ്പാനായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ അത്യാഗ്രഹികളാകരുത്, ദ്രവ്യാഗ്രഹികളാകരുത്, വിഗ്രഹ ആരാധികളായി തീരരുത്. നമ്മൾ ആർക്ക് കൂട്ടാളികളായിരിക്കണം? ദൈവവചനത്തിൽ ദൈവത്തിന് കൂട്ടാളിയായിരിക്കണം. ഈ ലോകത്തിന് നമ്മൾ ഒരിക്കലും അനുരൂപപ്പെട്ടു പോകരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിപ്പാൻ ഇടവരുത്താതെ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കുവാൻ ദൈവമക്കൾ പരിശീലിക്കണം. ഈ പരിശീലന കളരി എവിടെ നിന്നാ? ദൈവമക്കളെ, ദൈവവചന പഠനത്തിൽ നിന്നാ. ദൈവവചനമായിരിക്കണം നമ്മുടെ കേന്ദ്രം. പ്രൈസ് ഗോഡ്. ദൈവമക്കൾ ദൈവവചനത്തെ ദിനം പ്രതി ധ്യാനിക്കുന്നവരായിരിക്കണം. ദൈവവചനമായിരിക്കണം നമ്മുടെ ആഹാരം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ടും ജീവിക്കണം. ദൈവവചനം കൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം കൃപ പ്രാപിക്കണം ദൈവമക്കൾ. പ്രൈസ് ഗോഡ്. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രയും നടപ്പാൻ നോക്കുന്നു. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നത് ഗ്രഹിച്ചുകൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ളതായിരിക്കണം? നിങ്ങളുടെ അധരം എങ്ങനെയുള്ളതായിരിക്കണം? 19-ാം വാക്യം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ടും ഇരിപ്പേൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പേൻ. ഹല്ലേലൂയ.
ദൈവമക്കളെ സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു അനുഭവമായിരിക്കണം വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. റോമലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു വേദഭാഗമാണ്. പാപം മർത്ത ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിച്ച് വാഴുവാൻ ഇടം കൊടുക്കരുത്. ഒരു കാലത്ത് ഈ പാപത്തിന് അധീനപ്പെട്ട് ജീവിച്ചവരായിരുന്നു നാം. പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരായിരുന്നു നാം. പാപപ്രവൃത്തികളാലും പാപജീവിതത്താലും ദൈവത്തെ വിട്ടകന്ന് ജീവിച്ചവരായിരുന്നു നാം. കൃപയാൽ സ്നേഹത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം, കൃപ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ സ്തോത്രം. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഒരു അന്ത്യകാലഘട്ടത്തിലാണ്. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നതായ ഒരു വലിയ തലമുറയുടെ നടുവിലാണ് നാം ഏവരും ആയിരിക്കുന്നത്. ദൈവവചനം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ, ദൈവിക നിറവ് നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നാം വീണുപോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് 2 പത്രോസ് 3 വരുമ്പോൾ പറയുന്നത്, സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തം നഷ്ടപ്പെടുത്തി കളയാതെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി നിങ്ങൾ കാത്തിരിക്കുന്നവരാകുകൊണ്ട്, നിങ്ങൾ കൃപ പ്രാപിച്ചവരാകുകൊണ്ട് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. തിരുമുഖം അന്വേഷിച്ച് ജീവിക്കുന്നവരായിരിക്കണം നിങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്, ദൈവമക്കൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരായി ജീവിക്കാതെ ബുദ്ധിയുള്ളവരായി, ജ്ഞാനികളായി, നിങ്ങൾ സൽഗുണപൂർണരായി, നമ്മുടെ ദൈവം സൽഗുണപൂർണമായിരുന്നതുപോലെ നാം ക്രിസ്തുവിനെ അനുസരിച്ച്, വചനത്തെ അനുസരിച്ച് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ പ്രാപിച്ചവരായി, ആത്മീക നിറവിന്റെ അനുഭവമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. പ്രൈസ് ഗോഡ്. പ്രിയ മക്കളെ, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരുമായിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. എഫെസ്യർ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എവിടെയും പറയുന്നുണ്ട്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. പൗലോസ് ഇത് പറയുമ്പോൾ തന്റെ ജീവിതം, പഴയകാല ജീവിതത്തെ താൻ ഒന്ന് അയവിറക്കിക്കൊണ്ടാണ് പറയുന്നത്. പഴയകാല ജീവിതം വളരെ മോശമുള്ള ഒരു ജീവിതമായിരുന്നു. യാതൊരുവിധ ന്യായപ്രമാണമെല്ലാം തനിക്ക് അറിയാമായിരുന്നുവെങ്കിലും ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് എല്ലാം താൻ അരച്ച് കലക്കി പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തി. എന്നാൽ ദൈവസ്നേഹം എന്തെന്ന് തനിക്ക് അവിടെ ഒന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നാൽ ദൈവസ്നേഹത്തെ താൻ മനസ്സിലാക്കിയപ്പോൾ, താൻ തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം ചേഞ്ചായി മാറി. തൻ്റെ പേര് മാറി, ശൗൽ എന്നുള്ള പേര് മാറി. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പേരിനൊരർത്ഥമുണ്ട് കേട്ടു. കർത്താവ് നമ്മെ വിളിക്കുന്ന ആ പേരിന് വലിയ ഒരർത്ഥമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളത് തിരിച്ചറിയണം. കർത്താവ് നമ്മെ വിളിക്കുന്ന ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് ഏവർക്കും കഴിയണം. ഇവിടെ പറയുകയാണ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. അപ്പൊ താനിവിടെ പിടിക്കപ്പെട്ടിരിക്കുക. ആരാൽ? ദൈവസ്നേഹത്താൽ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ താൻ പിടിക്കപ്പെട്ടിരിക്കുക. ആ സ്നേഹത്തിന്റെ നിറവ് മനസ്സിലാക്കിയ പൗലോസ് പറയുന്നു, എന്തുണ്ടായിരിക്കണം? പൂർണ്ണ വിനയം നിങ്ങളിൽ ഉണ്ടായിരിക്കണം, സൗമ്യത ഉണ്ടായിരിക്കണം, ദീർഘക്ഷമയുണ്ടായിരിക്കണം, അന്യോന്യം പൊറുക്കുവാൻ തക്കവണ്ണം, സ്നേഹത്തിന് ഐക്യതയിൽ സമാധാന ബന്ധത്തിൽ സകലതും കാണുവാൻ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കൃപ
നിങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഫെസ്യർ 4-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വത്തിലും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അനുദിനം നമുക്ക് വളരുവാൻ തക്കവണ്ണം കഴിയണം. നമ്മുടെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം എപ്രകാരമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ആഴം, ഡെപ്ത് എത്രമാത്രം വലുതായിരിക്കുന്നുവെന്ന് പരിശോധിപ്പാൻ നമുക്ക് കഴിയട്ടെ. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം എത്രമാത്രം എന്നിൽ വളർന്നിട്ടുണ്ട് എന്ന് പരിശോധിപ്പാൻ നമുക്ക് കഴിയട്ടെ. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം കഴിയണമെങ്കിൽ എന്ത് നമ്മളിൽ ഉണ്ടായിരിക്കണം? വചനം. ആ വചനം നാം അനുദിനവും അത് നമ്മുടെ ആഹാരമാക്കി നമ്മൾ എടുക്കുന്നവരായിരിക്കണം. ഇവിടെ ഗ്രന്ഥകർത്താവ് പറയുക, നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാര് ആകേണ്ടവരാ. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ആയിരിക്കുന്നത് ആ ആദ്യ പാഠത്തിൽ തന്നെയാണ്. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മീക ജീവിതത്തിലേക്ക്, വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 10 വർഷമായി കാണും, 12 വർഷമായി കാണും, 1 മാസമായി കാണും, ഒരുപക്ഷെ 1 ദിവസമായി കാണും. എന്ത് തന്നെ ആയിരുന്നാലും ഓരോ ദിവസവും വചനത്തിൽ വളരുവാൻ തക്കവണ്ണം ഉത്സാഹമുള്ളവരായിരിക്കണം. വചനമായിരിക്കണം നമ്മുടെ ആഹാരം. ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഏതാഹാരം കഴിച്ചാലും അതൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തിന് ഗുണമായി തീരത്തില്ല. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ വളർത്തുവാൻ ഇടവരുത്തത്തില്ല. ലോകത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളെ അർത്ഥം അതായത് ക്രിസ്തുവിൻ്റെ വചനത്തെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസ്താവിക്കുന്നവരിൽ കൂടി അല്ലാതെ ലഭിക്കുന്നതായ ജ്ഞാനം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കൾ ആത്മീക പക്വത ഉള്ളവരായിരിക്കണം. അവരുടെ നോട്ടത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ, സകലത്തിലും അവർ ആത്മീക പക്വത ഉള്ളവരായി, തികവുള്ളവരായി, തികഞ്ഞവരായി നമ്മെ കാണുവാൻ തക്കവണ്ണമാണ് സ്വർഗം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. പ്രൈസ് ഗോഡ്. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ കൂടി അത് പ്രാവർത്തികമാക്കുവാൻ, പ്രവൃത്തി പദത്തിൽ കൂടി അത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. അപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ഉള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തെ അനുസരിക്കുന്നവരും, ദൈവത്തെ സ്നേഹിക്കുന്നവരും, ദൈവത്തെ ഭയപ്പെടുന്നവരുമായി, ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നവരുമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവതിനെ നമ്മൾ സഹായിക്കട്ടെ. യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനം നിങ്ങൾ കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിക്കുവിൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ അതിന്റെ 19 യാക്കോബ് 1 അധ്യായം 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രിയ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നു, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നതിനാകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ കേൾക്കുകയും അപ്പോൾ തന്നെ ആ വചനം എന്ത് നമ്മോട് അനുശാസിക്കുന്നു അപ്രകാരം നമ്മുടെ പ്രവൃത്തി പദത്തിൽ കൂടി അതിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലവും നീ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനാൽ നന്ദി കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടി കർത്താവെ ഒന്ന് ബലപ്പെടുത്തുവാൻ, കർത്താവെ നിന്റെ വചനം
കർത്താവെ, ഞങ്ങളത് വേണ്ട വിധം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ടേക്ക് നയിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചടിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനത്താൽ നിറഞ്ഞൊരനുഭവമുള്ളവരായി ജീവിപ്പാൻ ഏവരെയും ഇടയാക്കുമാറാകണം. അനേകരെ ഈ വചനത്തെ അറിയുന്ന, സത്യത്തിലേക്ക് കടന്നു വരുന്ന കർത്താവെ ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ ഞങ്ങളിൽ കൂടി കർത്താവ് ഞങ്ങളുടെ ജീവിതം കണ്ട്, കർത്താവെ ഞങ്ങളുടെ കർത്താവ് നടപ്പ് കണ്ട്, ഞങ്ങളുടെ പ്രവൃത്തി കണ്ട് കർത്താവെ അനേകർ നിന്നെ അറിയുവാൻ, നിന്നെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ കർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങളെ വഴി നടത്തണം. ജനത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിന് സ്വർഗീയ പിതാവേയും ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.